ഇവള് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ഇവളുടെ അച്ഛമ്മ കോട്ടയത്താണ് താമസിക്കുന്നത്, അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കോട്ടയത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നത്. അങ്ങനെ അങ്ങനെ ആരും അങ്ങനെ വരാറില്ലെന്ന് തോന്നുന്നല്ലേ, അത്രയും ദൂരം ഒന്ന് അനുഗ്രഹം വാങ്ങിക്കാനൊന്നേ. അവൾക്ക് അവളുടെ ആ ഒരു നല്ല മനസ്സ്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് അവൾക്ക് തോന്നിക്കാണും. അങ്ങനെ അവൾ വന്നപ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് രണ്ട് അമ്മമാർ ഇവിടെ ഉണ്ടെന്നുള്ളത്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ആ അമ്മയുടെ കാലയിലെല്ലാം തൊട്ട് തൊഴുതപ്പം ആ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം അമ്മ കരഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ മോൻ്റെ കല്യാണത്തിന്, എൻ്റെ മോൻ്റെ മകളുടെ, അതായത് പുള്ളിക്കാരിയുടെ മകളുടെ കല്യാണത്തിന് അമ്മയെ അറിയിച്ചില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അറിയിക്കാത്തതുകൊണ്ട്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ അമ്മയ്ക്കാണെങ്കിൽ ഓർമ്മ കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് അത്ര അറിയത്തില്ല. എന്നാലും അവൾ ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നാണ്, അതായത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പം ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ ചെന്നാണ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോണതിൻ്റെ അന്നൊക്കെ ഭയങ്കര പനിയായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോസോ ഒന്നും എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ അമ്മ എനിക്ക് ചൂടുവെള്ളമൊക്കെ തന്ന് ഉഷാറാക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു മേക്കപ്പ് ചെയ്യാൻ. പിന്നെ സാരിയൊക്കെ ഞങ്ങൾ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അങ്ങനെ കൊടുക്കാനൊക്കെ പറ്റി. പിന്നെ ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അങ്ങോട്ട് ആരോഗ്യം അനുവദിക്കുന്നില്ലായിരുന്നു. പിന്നെ നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ എല്ലാം മേക്കപ്പും ഒക്കെ ഞങ്ങളാണ് ചെയ്തത്, ഞാൻ തന്നെ ചെയ്തത്. അതും കുഴപ്പമില്ലായിരുന്നു. നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു, നല്ല ഹെയർ സ്റ്റൈലും ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു എൻ്റെ കൂടെ. അപ്പം എല്ലാവരും തിരക്കായിട്ട് അങ്ങ് പോയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എല്ലാം മംഗളമായിട്ട് നടന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ പ്ലീസ് കേട്ടോ. എല്ലാം കമൻ്റായിട്ട് പറയണം കേട്ടോ. താങ്ക് യു സോ മച്ച്.